വയനാട് ദുരന്തത്തിന് മുന്നിൽ ഒരു നാടൊന്നാകെ ഭയന്ന് വിറച്ച് ആശ്ചര്യത്തോടെ നിന്നപ്പോൾ അതിനൊക്കെ അതിജീവിച്ച് കയ്യും മെയ്യും മറന്നുള്ള സേവാഭാരതിയുടെ സേവാ പ്രവർത്തനം എത്ര പ്രശംസിച്ചാലും മതി വരില്ല. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ പ്രതികൂല സാഹചര്യത്തെയും കാലാവസ്ഥയെയും വെല്ലുവിളിച്ചായിരുന്നു ആയിരക്കണക്കിന് സേവാഭാരതി പ്രവർത്തകർ വയനാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ. മഹാദുരന്തം നടന്ന് ഒരു വർഷമാകുമ്പോഴും സർവ്വതും നശിച്ച ദുരിതബാധിതർക്ക് കരുത്തും കരുതലും കൈത്താങ്ങുമാകുന്ന സേവന പ്രവർത്തനങ്ങൾ തുടരുന്നു ഇന്നും സേവാഭാരതി. 3-4 ദിവസം കൊണ്ട് ഞാൻ വളരെ ഈ സേവാഭാരതിയെ ഞാൻ വളരെ അഭിനന്ദിക്കുകയാണ്. വളരെ ഡിസിപ്ലിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. എനിക്ക് അതിന് മുൻപ് എൻ്റെ കാഴ്ചപ്പാട് വാസ്തവത്തിൽ അതല്ലായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ വളരെ എല്ലാ സ്നേഹിതരും വളരെ ഡിസിപ്ലിൻ, ഇവിടെ ഒരു തരത്തിലുമുള്ള ഒരു അസ്വസ്ഥതകളോ ഒരു കാര്യമില്ല. അവർ വളരെ അച്ചടക്കത്തോടു കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് വളരെ അനുകരണീയമായ ഒരു മാതൃക. എന്നെ വളരെ അതിശയിപ്പിച്ച ഒരു പ്രവർത്തനമാണ്. കാരണം പലരും എനിക്ക് തോന്നുന്ന ഓരോ ദിവസം വ്യത്യസ്തമായ ആളുകളാണ് ഇവിടെ വരികയും അവരുടെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. അവരോടൊക്കെ പരിചയപ്പെടാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ നാട്ടുകാർ പലരും ഇവിടെയുണ്ട്. അവരും എല്ലാവരും പുതിയ ആളുകൾ വന്നു ഈ സേവനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. അത് കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഈ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു വയനാട്ടിലെ ദുരന്ത മേഖലകളിലെ സേവാഭാരതി നടത്തിയ സേവന പ്രവർത്തനത്തെ. മനക്കരുത്തിന്റെ ബലത്തിൽ സ്വന്തം സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവർ ഓടിയെത്തി, പ്രതിസന്ധികൾ ഒന്നിനെയും വകവയ്ക്കാതെ. ചിതാഗ്നി. എത്ര കരളുറപ്പുള്ളവർക്കും കണ്ടു നിൽക്കാനാകില്ല ഇവിടുത്തെ ജീവിതങ്ങൾ. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ നിലവിളിക്ക് നടുവിൽ മനസ്സ് പതറാതെ സേവാഭാരതി പ്രവർത്തകർ സംസ്കരിച്ചത് 70ഓളം മൃതദേഹങ്ങൾ. ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരും സദാ സജീവമായിട്ട് തന്നെ ഇവിടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു, ഏർപ്പെട്ടിരുന്നു. നമ്മുടെ സേവാഭാരതി പ്രവർത്തകർ 1000ഓളം പ്രവർത്തകർ എല്ലാ ദിവസവും വന്നിട്ട് ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തിരുന്നു. ഇവിടെ ദഹിപ്പിക്കുന്ന സ്ഥലത്താണെങ്കിലും സേവാഭാരതിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ഒരു ബോഡി കൊണ്ടുവന്ന് അത് രജിസ്റ്റർ ചെയ്ത് അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് അവർ താഴെ കൊണ്ടുവന്ന് എല്ലാവിധ പൂജകളോട് കൂടിയിട്ട് താഴെ കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ എത്തി വയനാടിന്റെ കണ്ണീരൊപ്പാൻ. അവശ്യ സാധനങ്ങളുമായി ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും വയനാടിനെ കൈപിടിച്ചുയർത്താൻ ഒരു വർഷം നീണ്ട സേവാഭാരതിയുടെ സേവന പ്രവർത്തനങ്ങൾ സേവാമിത്രം എന്ന പ്രൊജക്റ്റിലൂടെ. വിവരങ്ങൾ അറിഞ്ഞ ഒപ്പം തന്നെ സേവാഭാരതിയുടെ ജില്ലയിൽ നിന്ന് തന്നെയല്ല, തൊട്ടടുത്ത ജില്ലകളിൽ നിന്നും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും സേവാപ്രവർത്തകരിവിടെ പാഞ്ഞെത്തി എന്ന് പറഞ്ഞാൽ അതായിരിക്കും. സേവാഭാരതി വോളണ്ടിയേഴ്സിനെ കൊണ്ട് നമ്മളുടെ അവിടം ആ ദുരന്ത ഭൂമി ശരിക്കും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പല സ്റ്റേറ്റുകളിൽ നിന്നും എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നു. അത് നമ്മൾ എല്ലാവർക്കും കൊടുക്കാനുള്ളൊരു സംവിധാനമാക്കി. അതുപോലെ തന്നെ പണിയായുധങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പണിയായുധങ്ങൾ കൊടുത്തു. ഒന്നും പ്രതീക്ഷിക്കാതെ മാനവസേവയാണ് യഥാർത്ഥ മാനവസേവ എന്ന ഉറച്ച ബോധ്യത്തോടെ വയനാട്ടിലെ ദുരന്തമുഖത്ത് സേവാഭാരതി നടത്തിയ സേവന മാതൃക അത് ദേശീയ തലത്തിലും ഏറെ പ്രശംസ പിടിച്ചുപറ്റി. ജനം, വയനാട്.